ജൂലൈ 14 ആ ദിവസം. ഈ നഗരത്തിലുണ്ടാകുന്ന ആദ്യ ബ്ലാസ്റ്റിൽ തന്നെ 2 ലക്ഷം ആളുകൾ കൊല്ലപ്പെടും. അവിടെ കൊണ്ട് നിൽക്കില്ല, പിന്നെ അങ്ങോട്ട് അതിന്റെ ഇരട്ടിയും ആളുകൾ കൊല്ലപ്പെടും. എന്റെ ഈ പ്ലാനിൽ നിനക്കും വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട് ഹസൻ. എന്റെ ഈ ദൗത്യം അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കുന്നത് നീയായിരിക്കും. ഇങ്ങനെയാണ് ജൂലിയൻ ഹാർക്കർ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അയാളെ റെക്കോർഡിംഗിൽ പറഞ്ഞ ജൂലൈ 14 ഇന്നാണ്. ഇന്നേ ദിവസം ഇവിടെ വലിയൊരു സ്ഫോടനം ഉണ്ടാവും, ആദ്യം തന്നെ 2 ലക്ഷം ആളുകൾ കൊല്ലപ്പെടും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ തെളിവ് സഹിതം നമ്മുടെ ഹസൻ അവളുടെ മേലധികാരികളെ കേൾപ്പിച്ചു കൊടുക്കുന്നു. ഇവളുടെ ടീമിന്റെ ഹെഡ് ബാർബർ ജൂലിയൻ ഹാർക്കറിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് സൺ ആണെന്നുള്ള കാര്യവും പറഞ്ഞു. ഇത്രയും നാളും കേസ് അന്വേഷണം അയാളുടെ നിയന്ത്രണത്തിലായിരുന്നു. അയാൾ നമ്മുടെ ഹസനെ പറ്റിക്കുമായിരുന്നു. ജൂലിയൻ ഹാർക്കറിന്റെ അല്ലെങ്കിൽ മാനിക്സിന്റെ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ വേണ്ട ശ്രമങ്ങളായിരുന്നു അങ്ങേര് ചെയ്തിരുന്നത്. ഇൻസ്പെക്ടർ ബാർബർ ജൂലിയൻ ഹാർക്കറിന്റെ അഥവാ നമ്മുടെ മാനിക്സിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് സൺ ആവുമ്പോൾ മാനിക്സിന്റെ തന്നെ ഗ്രേറ്റ് ഗ്രാൻഡ് സൺ ആവുകയാണ്. മാനിക്സിലൂടെ തന്നെയാണ് മാനിക്സ് ജനിക്കുന്നത്. അതായത് വൺസ് ഈ ടൈം ലൂപ്പ് പരിപാടി നിന്നാൽ മാനിക്സിന്റെ എക്സിസ്റ്റൻസ് ഇല്ലാതാവും. ഏലിയാസ് മാനിക്സും ജൂലിയൻ ഹാർക്കറും അവരിലൂടെ വന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഒറ്റയടിക്ക് ഇല്ലാണ്ടായിപ്പോ. ജൂലൈ 14 സംഭവിക്കുമെന്നൊക്കെ പറഞ്ഞാൽ വലിയ സ്ഫോടനവും തടയാൻ സാധിക്കും. അതായത് മൊത്തം വേൾഡിനെ തന്നെ മാറ്റിമറിക്കാൻ പറ്റും. ഈ ഒറ്റ ഒരുത്തിനെ ഒന്ന് തടഞ്ഞു നിർത്താൻ പറ്റിയാൽ ലോകം തന്നെ മാറിമറിയും. ലോകം തന്നെ വേറൊരു രീതിയിലായി മാറും. ഇനിയിപ്പോൾ ഇവർക്ക് എത്രയും വേഗം മാനിക്സിനെ കണ്ടുപിടിക്കണം. പയ്യൻ മാനിക്സിനെ അവന്റെ അപ്പൻ ബാർബർ മറ്റെങ്ങോട്ടോ മാറ്റിയിരിക്കുവാണല്ലോ. മാനിക്സിനെ ജയിലിൽ നിന്ന് ബാർബർ മറ്റെങ്ങോട്ടോ മാറ്റി എന്നുള്ള ഇൻഫർമേഷൻ ഉണ്ട്. എങ്ങോട്ടാണ് കൊണ്ടുപോയിരിക്കുന്നതെന്ന് അറിയത്തില്ല. ഹസൻ ഈ കാര്യങ്ങളൊക്കെ അവരുടെ മേലധികാരികളോട് പറയുമ്പോൾ അവർക്ക് ഇതൊക്കെ വിശ്വസിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവള് പറയുന്ന അനുസരിച്ച് അത്ര വലിയൊരു എക്സ്പ്ലോഷൻ ഉണ്ടാവണമെങ്കിൽ അതൊരു ആറ്റം ബോംബിനെ പറ്റിയായിരിക്കും പറയുന്നത്. എന്നാൽ ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടാവുമെന്ന് അവൾക്ക് ഇൻഫർമേഷൻ കിട്ടിയ ആ ഒരു ഓഡിയോ അത് 1941 എന്നുള്ളതാണെന്നും പറയുന്നുണ്ട്. ആ സമയത്ത് ലണ്ടനിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ആറ്റം ബോംബ് ഉണ്ടെന്നുള്ള കാര്യമൊക്കെ അറിയാൻ പറ്റുക. ഈവൻ ഈ ഓഡിയോ റെക്കോർഡ് ചെയ്തത് 1945 ശേഷമായിരുന്നെങ്കിലും പിന്നെയും പറയായിരുന്നു അവർ പറയുന്നതിൽ എന്തെങ്കിലും ലോജിക് ഉണ്ടെന്ന്. ഇതിപ്പോൾ ആറ്റം ബോംബിനെ പറ്റി യാതൊരു ഇൻഫർമേഷനും ഇല്ലാതിരുന്ന കാലത്ത് തന്നെ ഒരാൾ ആറ്റം ബോംബിനെ പറ്റിയൊക്കെ പറയുക എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ നല്ല ബുദ്ധിമുട്ടാവും. ഇന്നേരമാണ് നേരത്തെ ബാർബറിന്റെ വീട്ടിൽ വെച്ച് ഹസന് കിട്ടിയ ആ കീയെ പറ്റി അവൾ ആലോചിക്കുന്നത്. ഒരുപക്ഷെ ഹാർക്കർ ബാങ്കിലുള്ള ഏതെങ്കിലും ലോക്കറിന്റെ കീ ആയിരിക്കും ഇത്. കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. തുടർന്ന് ഒട്ടും സമയം കളയാതെ അവർ നേരെ ഹാർക്കർ ബാങ്കിലേക്ക് ചെല്ലുകയാണ്. അവിടെ എത്തി ഈ കീ അവരെ കാണിച്ചു കൊടുത്തതും അവർ പറയുന്നത് 1941 മെയ് 6 തന്നെ നമ്മുടെ ഹസന്റെ പേരിൽ അവിടെ ഒരാളൊരു വോൾട്ട് ഓപ്പൺ ചെയ്തിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണേ, 2023 ജീവിക്കുന്ന ഇവൾക്ക് വേണ്ടി ഇവളുടെ പേരിൽ 1941 ആ ബാങ്കിൽ ഒരു വോൾട്ട് ഉണ്ടെന്ന്. ബാങ്കിന്റെ അണ്ടർഗ്രൗണ്ടിലുള്ള അത്യാവശ്യം വലിയൊരു ലോക്കറാണത്. ഇവരും താഴെ ഇറങ്ങി ചെന്ന് വോൾട്ട് ഓപ്പൺ ചെയ്തു ഉടനെ തന്നെ പവറിൽ വേരിയേഷൻസ് ഉണ്ടായി, ലൈറ്റ്സ് ഒക്കെ ഓഫ് ആവുന്നുണ്ട്. വോൾട്ടിനകത്തൊരു ഫോൺ ഉണ്ടായിരുന്നു. അത് റിങ് ചെയ്തപ്പോൾ നമ്മുടെ ഹസൻ കോൾ എടുത്തു. വിളിച്ചിരിക്കുന്നത് ബാർബറാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ നഗരത്തെ തന്നെ നശിപ്പിക്കാൻ ഇവർ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന ബോംബ് ഈ വോൾട്ടിനകത്താണ്. ഹസൻ അവിടെ എത്തി വോൾട്ട് അൺലോക്ക് ചെയ്തപ്പോഴാണ് ബോംബ് ആക്റ്റീവ് ആകുന്നത്. എങ്ങനെയുണ്ട്? ഹസൻ അങ്ങോട്ട് അന്വേഷിച്ച് പോയില്ലായിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു, ബോംബ് ആക്റ്റീവ് ആവത്തില്ലായിരുന്നു. ഇതിപ്പോൾ ബാർബർ ഇവൾക്കൊരു ലൊക്കേഷനും പറഞ്ഞു കൊടുത്തു, എത്രയും വേഗം ആ ലൊക്കേഷനിൽ എത്തിയിരിക്കണമെന്ന്. അങ്ങോട്ട് പോണ പോകിൽ തന്നെ നമ്മുടെ ഹസൻ അവളുടെ അച്ഛനെ കോൺടാക്ട് ചെയ്ത് അവളുടെ മകനെ എത്രയും വേഗം ഈ ലണ്ടനിൽ നിന്ന് പുറത്തു കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. നേരത്തെ മാനിക്സിന്റെ ഫോസ്റ്റർ പേരൻസിനെ ചോദ്യം ചെയ്തപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നല്ലോ നമ്മുടെ ഹസന്റെ മകന്റെ സാക്രിഫൈസ് നല്ലതിന് വേണ്ടിയാണെന്നൊക്കെ. ലണ്ടനിൽ ഉണ്ടാകാൻ പോകുന്ന ഈ വലിയ സ്ഫോടനത്തിൽ ഇവളുടെ മകനും കൂടെ കൊല്ലപ്പെടുമെന്നാണ് അവർ ഉദ്ദേശിച്ചത്. അത് മനസ്സിലാക്കിയാണ് ഹസൻ എത്രയും വേഗം അവളുടെ മകനെ ഈ ടൗണിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ ആവശ്യപ്പെടുന്നത്. ബോംബ് എക്സ്പ്ലോഡ് ആവുന്നത് തടഞ്ഞു നിർത്താൻ സാധിച്ചില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇവളുടെ മകനെങ്കിലും രക്ഷപ്പെടുത്താമെന്ന് കരുതി. ഇതേസമയം ബാർബർ മാനിക്സിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് മോനെ നീ ഇത് ചെയ്തേ പറ്റൂ, ഇത് നിന്റെ ഡിസിഷനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയ തുണ്ട് പേപ്പർ അവൻ്റെ കൊടുക്കുന്നുണ്ട്. പയ്യൻ മാനിക്സ് ഇപ്പോഴും ആകെ പേടിച്ചൊരവസ്ഥയിലാണ്. അവൻ ഇവർ പറയുന്നൊന്നും കേൾക്കാൻ ഒട്ടും താല്പര്യമില്ല. ചെറുപ്പം മുതലേ അവന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും അവനെ ഉപേക്ഷിച്ചു. പിന്നെ കുറെ നാൾ അനാഥാലയത്തിൽ വളർന്നു വന്നു. അച്ഛൻ്റെ അമ്മയുടെയും ആ ഒരു സ്നേഹവും സപ്പോർട്ടും ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. പിന്നെ ഇവനെ എടുത്തു വളർത്തിയ പേരൻസ് ആണെങ്കിലും ഇവനെ ഈ മിഷന് വേണ്ടി യൂസ് ചെയ്യുവാണ്. തനിക്ക് ആരുമില്ല, താൻ വെറുക്കപ്പെട്ടവനാണെന്നുള്ളൊരു തോന്നൽ അവന്റെ മനസ്സിലുണ്ട്. അവന്റെ മനസ്സിലുള്ള ഈ വാശി എരികേറ്റി കൊടുത്ത് അവനെ കൊണ്ട് ഇങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടാക്കിപ്പിക്കാനാണ് ബാർബറിന്റെ ശ്രമം. ഹസൻ കാരണം ആക്ടിവേറ്റ് ആയ ആ ബോംബ് എക്സ്പ്ലോഡ് ചെയ്യാനുള്ള ആ ഡെറ്റോനേറ്റ് ചെയ്യാനുള്ള ഡെറ്റോനേറ്ററും മാനിക്സിന്റെ കയ്യിൽ കൊടുത്തു. അപ്പോഴേക്കും നമ്മുടെ ഹസൻ ആ ഒരു ലൊക്കേഷനിലെത്തി. ബാർബർ മാനിക്സിന്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. മാനിക്സിന്റെ കയ്യിലാണെങ്കിൽ ആ ഡെറ്റോനേറ്ററും ഉണ്ട്. മാനിക്സ് അതിലൊന്ന് പ്രസ് ചെയ്താൽ ആ മഹാദുരന്തം സംഭവിക്കും. ഇനിയിപ്പോൾ ഹസൻ ആകെ ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും മാനിക്സിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവന്റെ പേടിയൊക്കെ മാറ്റിക്കൊടുത്ത് അവനെ കൺവിൻസ് ചെയ്യണം. മാനിക്സ് പ്ലീസ് ആ ഡെറ്റോനേറ്റർ താഴെ വെക്ക്. ഇവർ പറയുന്നൊന്നും കേൾക്കരുത്. ഇവർ നിന്നെ കൺട്രോൾ ചെയ്യുവാണ്. ഇത് നിന്റെ ഡിസിഷൻ അല്ല, ഇത്രത്തോളം ആളുകളുടെ ജീവന്റെ കാര്യമാണ്. അബദ്ധം ഒന്നും കാണിക്കല്ലേ നീ എന്നൊക്കെ പറഞ്ഞ സമയത്ത് മാനിക്സിന്റെ അച്ഛൻ ബാർബർ 1941 കാലത്തിൽ ജീവിച്ചിരുന്ന ആ മാനിക്സ് അഥവാ ജൂലിയൻ ഹാർക്കർ നമ്മുടെ ഈ കൊച്ചു പയ്യൻ മാനിക്സിന് വേണ്ടി റെക്കോർഡ് ചെയ്തൊരു ഓഡിയോ പ്ലേ ചെയ്യുന്നു. ഈ മാനിക്സ് തന്നെയാണല്ലോ ഓഡിയോയിൽ സംസാരിക്കുന്നത്. ഇവൻ തന്നെ 2053 ടൈം ട്രാവൽ ചെയ്തു പോയി അങ്ങനെ വന്നൊരു വേർഷനാണല്ലോ അത്. ആ മാനിക്സിന് ഇപ്പോൾ ഈ പയ്യൻ മാനിക്സിന്റെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളെ പറ്റി നന്നായിട്ട് അറിയാം. ഇവന്റെ കയ്യിൽ ഡിറ്റോനേറ്റർ ഉണ്ടെങ്കിലും ഇവനിപ്പോൾ വല്ലാണ്ട് പേടിച്ചിരിക്കുകയാണ്. അതിൽ പ്രസ് ചെയ്യണോ വേണ്ടോ എന്നുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിൽക്കുകയാണെന്നൊക്കെ അറിയാവുന്ന അദ്ദേഹം മാനിക്സിന്റെ മനസ്സിലുള്ള പേടികളൊക്കെ പതിയെ പതിയെ മാറ്റിക്കൊടുത്ത് ഈ ലോകത്തെ ജയിക്കണമെങ്കിൽ, ഈ ലോകത്തെ കീഴടക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിൽ സംസാരിച്ചു വരിക. ഇത്രയും കാലം അനാഥാലയത്തിലും ഫോസ്റ്റർ പേരൻസിന്റെ കൂടെയും ജീവിക്കേണ്ടി വന്ന മാനിക്സിന് ഇനി മുന്നോട്ടുള്ള ജീവിതവും അങ്ങനെ തന്നെ ആവണോ? ആ ഒറ്റപ്പെടലിൽ ജീവിക്കണോ? അതല്ലെങ്കിൽ ഇവൻ ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു ലോകം ഇവന് തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ള അവസരം വേണോ? ഇനിയെല്ലാം നിന്റെ തീരുമാനമാണ്. നീ ആ ഡിറ്റോനേറ്ററിൽ പ്രസ് ചെയ്താൽ നീ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു ജീവിതം നിനക്ക് കിട്ടും. ഇതെല്ലാം കേട്ട് പയ്യൻ മാനിക്സ് ഡിറ്റോനേറ്റർ അമർത്താൻ തുടങ്ങുന്ന സമയത്താണ് നമ്മുടെ ഹസന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പുള്ളിക്കാരി പെട്ടെന്ന് ഗണ്ണൊക്കെ ആയിട്ട് ഇങ്ങോട്ട് കയറി വരുന്നത്. കറന്റ് ഇവരൊക്കെ ഒരു ബോട്ടിലാണ്. നമ്മുടെ ബാർബർ പുള്ളിക്കാരൻ്റെ കയ്യിലുള്ള ഗണ്ണ് എടുത്ത് ആ പുള്ളിക്കാരനെ ഷൂട്ട് ചെയ്യാൻ ചെല്ലുമ്പോഴേക്കും അവർ ബാർബറിനെ ഷൂട്ട് ചെയ്തിരുന്നു. മാനിക്സിന്റെ കൺമുന്നിൽ വെച്ച് അവന്റെ സ്വന്തം അച്ഛൻ മരിച്ചു വീണു. ആ പുള്ളിക്കാരി മാനിക്സിനെയും ഷൂട്ട് ചെയ്ത് കൊല്ലാൻ ശ്രമിച്ചെങ്കിലും ഹസൻ ഇടയ്ക്ക് കയറി അവരെ തടഞ്ഞു. എങ്ങാനും അവരിപ്പോൾ മാനിക്സിനെ ഷൂട്ട് ചെയ്താൽ അവന്റെ കയ്യിൽ തന്നെ ഉണ്ട് ഡിറ്റോനേറ്റർ. അവനൊന്ന് വിരൽ അനക്കേണ്ട ആവശ്യമുള്ളൂ. എങ്ങനെയും മാനിക്സിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവൻ്റെ ഈ ഡിറ്റോനേറ്റർ വാങ്ങണം, അതാണ് പ്രധാനം. മാനിക്സ് മോനെ ഞാൻ പറഞ്ഞേക്ക്, ഇവർ പറഞ്ഞ
പോലൊന്നും അല്ല നീ, നിനക്ക് ഇത്ര ആളുകളെ കൊല്ലാനൊന്നും പറ്റത്തില്ല, പ്ലീസ് ആ ഡിറ്റനേറ്റർ ഇതാ. ഒരുമാതിരി വെപ്രാളത്തിലായിരുന്നെങ്കിലും മാനിക്സ് ആ ഡിറ്റനേറ്റർ ഹീറോയിന്റെ കയ്യിൽ കൊടുത്തു. അങ്ങനെ ഫൈനലി എന്തൊക്കെ സംഭവിച്ചാലും ഒടുക്കം ആ വലിയ സ്ഫോടനം തടഞ്ഞു നിർത്താൻ നമ്മുടെ ഹസനെ കൊണ്ട് സാധിച്ചു. താൻ പറഞ്ഞത് കേട്ട് മാനിക്സ് ഡിറ്റനേറ്റർ തിരിച്ചു കൊടുത്തതും അവൾ ഇവനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട്. 2023 ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും ഇപ്പോഴും 2053 മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. അവിടെ ദ എക്സിക്യൂട്ടീവ് ഉണ്ട്, മാനിക്സ് ഉണ്ട്, അവരുടെ കൺട്രോളിലാണ് കാര്യങ്ങളൊക്കെ. ടൈം ട്രാവൽ ചെയ്യാനുള്ള മെഷീനൊക്കെ കണ്ടെത്തി നിൽക്കുന്ന ആ ഒരു സമയമാണ്. ഇവിടെയുള്ള ഡിറ്റക്റ്റീവ് ഹസൻ മാനിക്സിനോട് അന്ന് 2023 നിന്നെ കൊല്ലാനുള്ള അവസരം കിട്ടിയിട്ട് ഞാനത് ഉപയോഗിച്ചില്ല, അന്ന് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റായിപ്പോയി അത് എന്ന് പറയുന്നുണ്ട്. അതായത് 2023 ആ സ്ഫോടനം തടഞ്ഞു നിർത്താൻ അവർക്ക് സാധിച്ചെങ്കിലും അതുകൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല. ഒരുപക്ഷെ തൽക്കാലത്തേക്ക് ആ സ്ഫോടനം തടഞ്ഞു നിർത്താൻ സാധിച്ചിട്ടുണ്ടാവും, എന്നാൽ ആ സ്ഫോടനം വീണ്ടും സംഭവിക്കുമെന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത്. കമാൻഡർ മാനിക്സ് ഈ ചെയ്തു കൂട്ടുന്നൊക്കെ കാണുന്ന മേപ്പിൾവുഡ് 2023 സ്ഫോടനത്തിന്റെ കാരണം നിങ്ങളാണോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ അത് സമ്മതിക്കുന്നുണ്ട്. അതെ, ഞാൻ തന്നെയാണ് കാരണം. പെട്ടെന്ന് ഹസൻ അടുത്ത് നിന്ന് ഒരാളുടെ ഗണ്ണ് പിടിച്ചു വാങ്ങി മാനിക്സിന്റെ കാലിൽ ഷൂട്ട് ചെയ്തു. ഉടനടി മാനിക്സ് അയാളുടെ കയ്യിലിരുന്ന ഗണ്ണെടുത്ത് ഹസന്റെ വയറിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അയാളുടെ ഒരു സോൾജിയറിനോട് ഹസന്റെ തലയ്ക്ക് നേരെ ഗണ്ണ് പോയിന്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മുടെ ഗബ്രിയൽ ഡെഫോയോട് ഇവന്റെ ഈ ഒരു ടൈം മെഷീനിൽ 1890 സെറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. മാനിക്സിന് ആ കാലഘട്ടത്തിലേക്ക് ട്രാവൽ ചെയ്ത് പോകാൻ വേണ്ടി. ഗബ്രിയൽ ഡെഫോയ്ക്കും വേറെ വഴിയില്ലല്ലോ, ഹസനെ അവർ കൊല്ലാതിരിക്കാൻ ഇങ്ങനെ പറയുന്ന പോലെ ചെയ്യേണ്ടി വന്നു. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും മാനിക്സ് നമ്മുടെ മേപ്പിൾവുഡിനെ പിടിച്ച് ദേ നോക്ക്, ഇനി ഈ ലോകം നീയാണ് നോക്കേണ്ടത്, ഞാൻ മറ്റൊരു കാലഘട്ടത്തിലേക്ക് പോവാണ്, ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഇവളെ കൺവിൻസ് ചെയ്തു. മേപ്പിൾവുഡ് എന്ത് വിചാരിച്ചിട്ടാണോ ഇങ്ങനെ പറയുന്നതൊക്കെ അക്ഷരം തൊടാതെ വിഴുങ്ങുന്നുണ്ട്. കൊള്ളാം, ഇത്രയായിട്ട് ഇവള് മാനിക്സിന്റെ സൈഡ് തന്നെ. ചിലരങ്ങനെയാണ്, ആകാശം ഇടിഞ്ഞു വീഴുന്നു പറഞ്ഞാലും ഒരു തീരുമാനം എടുത്താൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കും. ആ തീരുമാനം ഭൂലോകം മണ്ടത്തരമാണെങ്കിലും അതിൽ നിന്ന് മാറാനുള്ളൊരു മെന്റാലിറ്റി കാണിക്കില്ല. എന്തായാലും മാനിക്സ് പുള്ളിക്കാരന്റെ പ്ലാൻ അനുസരിച്ച് 2053 നിന്നും 1890 ടൈം ട്രാവൽ ചെയ്തു പോയി. കട്ട് ചെയ്താൽ 1890 ബാക്കി സ്റ്റോറി. നമ്മുടെ ഡിറ്റക്റ്റീവ് ഹില്ലിംഗ് ഹെഡ് ജേർണലിസ്റ്റിന്റെ വീട്ടിലെത്തി. പോലീസ് സ്റ്റേഷനിൽ വെച്ച് ജൂലിയൻ ഹാർക്കറിനെ ചോദ്യം ചെയ്തപ്പോൾ അങ്ങനെ ആ ഫോട്ടോ ഒക്കെ കാണിച്ച് ഇയാളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ. ഫോട്ടോ കാണാൻ പുറത്തു വന്ന ഹില്ലിംഗ് ഹെഡിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ഫോട്ടോ പുറത്തുവിടാതിരിക്കണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ സുഹൃത്തായ ഈ ജേർണലിസ്റ്റിന് മേൽ എല്ലാ കുറ്റവും ചുമത്തി ഇവനെ അറസ്റ്റ് ചെയ്യണമെന്നായിരുന്നല്ലോ ആവശ്യപ്പെട്ടത്. ഹില്ലിംഗ് ഹെഡിന് അങ്ങനെ ചെയ്യാൻ സാധിക്കത്തില്ല. ഹില്ലിംഗ് ഹെഡ് ഇപ്പോൾ ഇവനെ അറസ്റ്റ് ചെയ്താലും ജയിലിൽ വെച്ച് ജൂലിയൻ ഹാർക്കറിന്റെ ആളുകൾ ഇവനെ കൊന്നുകളയാനുള്ള ചാൻസ് ഉണ്ട്. അവർക്ക് എന്തും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇവനോട് ഈ നഗരം വിട്ട് എങ്ങോട്ടെങ്കിലും പൊക്കോളാൻ ആവശ്യപ്പെടുവാണ്. ജേർണലിസ്റ്റ് ഇതൊന്നും ഒട്ടും താല്പര്യമുള്ള കാര്യമല്ല. പുള്ളിക്കാരനാവുന്നേ പോകുന്നേ വേണ്ട, അങ്ങനെയൊന്നും ചെയ്യേണ്ട, നമുക്ക് ഫൈറ്റ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും താൻ നിസ്സഹായനാണ്, തന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ജൂലിയൻ ഹാർക്കറൊക്കെ അത്രത്തോളം പവർഫുൾ ആണെന്നൊക്കെ പറഞ്ഞ് ഇവിടുന്ന് മറ്റെങ്ങോട്ടെങ്കിലും ഓടിപ്പോക്കോ, ബാക്കി കാര്യങ്ങളൊക്കെ താൻ നോക്കിക്കോളാന്ന് പറയുവാണ് ഹില്ലിംഗ് ഹെഡ്. അവിടുന്ന് കട്ടിയതാൽ ഇങ്ങ് 1941 നമ്മുടെ ഡിറ്റക്റ്റീവ് വൈറ്റ്മാനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്നിരിക്കുകയാണ് കമ്മീഷണർ ഹെയ്ഡൻ. ഈ ഹെയ്ഡന്റെ അമ്മയാണ് പോളിയെ അവിടെ പോയി രക്ഷപ്പെടുത്തിയതിനു ശേഷമാണല്ലോ ഇവനെ അറസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. വൈറ്റ്മാന്റെ മേൽ എല്ലാ കുറ്റവും ചുമത്തി അവനെ ജയിലിലാക്കുകയോ അവനെ കൊന്നുകളയുകയോ അല്ല ഇവരുടെ ഉദ്ദേശം. ഇവർ പറയുന്നതൊക്കെ കേട്ട് കൂടെ നിൽക്കാന്നുണ്ടെങ്കിൽ പ്രൊമോഷനൊക്കെ കൊടുത്ത് വേറെ ലെവലാക്കാവുന്ന ഒരു ഓഫർ കൊടുത്തു. പോളിയെ അറസ്റ്റ് ചെയ്യാൻ പോയ സമയത്ത് വൈറ്റ്മാനെ സപ്പോർട്ടായിട്ട് അവന്റെ കൂടെ ഉണ്ടായിരുന്ന അവന്റെ മേലധികാരിയായി ഈ കമ്മീഷണർ കൊന്നുകളഞ്ഞല്ലോ. ആ സ്ഥാനത്തേക്ക് വൈറ്റ്മാനെ നിയമിക്കാമെന്നാണ് ഇങ്ങനെയുടെ ഓഫർ. നമ്മുടെ വൈറ്റ്മാനും ശരി ഇവർ പറയുന്ന പോലെ സമ്മതിക്കാമെന്നൊക്കെ പറഞ്ഞ് തലയാട്ടിയിട്ട് അല്ല ഇതിൻ്റെയൊക്കെ പുറകിൽ ശരിക്കും ആരാണ്, നീയും നിന്റെ അമ്മയൊന്നുമല്ല, ഇതിന് പുറകിൽ മറ്റാരുണ്ടെന്ന് എനിക്കറിയാം, എനിക്ക് ആ വ്യക്തിയെ മീറ്റ് ചെയ്യണമെന്ന് വൈറ്റ്മാൻ ആവശ്യപ്പെട്ടപ്പോൾ ഓക്കെ അങ്ങനെയെങ്കിൽ ഞാൻ നിന്നെ ഹാർക്കർ ഫാമിലിയിൽ കൂട്ടിക്കൊണ്ടു പോകാവുന്ന കമ്മീഷണർ. ഈ പേ കിട്ടാൻ വേണ്ടിയാണ് വൈറ്റ്മാൻ വെയിറ്റ് ചെയ്തത്. ചാടി എണീറ്റ് അവിടെ ഇരുന്നൊരു കുപ്പി എടുത്ത് തല്ലി പൊട്ടിച്ച് കമ്മീഷണറുടെ കഴുത്തിൽ കുത്തി. എന്നിട്ട് അവിടെ ഇരുന്നൊരു ഗണ്ണും എടുത്ത് നേരെ ഹാർക്കർ ഫാമിലിയിലേക്ക് പോകുന്നു. വൈറ്റ്മാൻ ഇപ്പോൾ ഒരൊറ്റ ഉദ്ദേശം മാത്രം, എസ്തറിന്റെ മരണത്തിന് പ്രതികാരം ചെയ്യണം. ഇതിന് പുറകിൽ കളിക്കുന്ന എല്ലാവനെയും ഇല്ലാണ്ടാക്കണം. അതിപ്പോൾ പോളിയാണെങ്കിലും പോളിയെ കൊണ്ട് അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് ഹാർക്കർ ഫാമിലിയിലുള്ള ആ തലമൂത്ത തമ്പുരാനാണെങ്കിലും അങ്ങേരെയും ഇല്ലാണ്ടാക്കണം. 1890 ആ ഒരു കേസിന്റെ റിപ്പോർട്ട് നമ്മുടെ ഹില്ലിംഗ് ഹെഡ് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ജൂലിയൻ ഹാർക്കർ ആവശ്യപ്പെട്ട പോലെ ജേർണലിസ്റ്റിനെ പ്രതിയാക്കിയുള്ള റിപ്പോർട്ടല്ല കൊടുത്തത്. പകരം ഹില്ലിംഗ് ഹെഡ് അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ സാക്രിഫൈസ് ചെയ്തു. ആ കൊലപാതകം ചെയ്തത് ഹില്ലിംഗ് ഹെഡ് ആണെന്ന് റിപ്പോർട്ടിൽ എഴുതി. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് തിരികെ വീട്ടിലെത്തിയപ്പോഴേക്കും പോലീസും ഇദ്ദേഹത്തിന് പുറകെ എത്തിയിരുന്നു. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ ഈ കേസ് എങ്ങനെങ്കിലും തെളിയിക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥൻ തന്നെ പ്രതിയായി. 1941 നമ്മുടെ വൈറ്റ്മാൻ ഹാർക്കർ ഫാമിലിയിലെത്തി. അവിടെ നമ്മുടെ പോളി പിയാനോ വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കൂടുതൽ ചോദിക്കാനും പറയാനോ ഒന്നും നിന്നില്ല. പുള്ളിക്കാരനെ ഷൂട്ട് ചെയ്ത് കൊന്നുകളഞ്ഞു. വീട്ടിൽ ഇനി ഒരാൾ കൂടിയുണ്ട്. വേറെ ആര്? പ്രായമായ ജൂലിയൻ ഹാർക്കർ തന്നെ, നമ്മുടെ മാനിക്സ് തന്നെ. ഒരുപാട് പ്രായമായ പുള്ളിക്കാരൻ കിടപ്പിലാണ്. ഈ അവസ്ഥയിൽ കിടന്നാണ് പുള്ളിക്കാരൻ 2023 നമ്മുടെ മാനിക്സിനും ഹസനും ഒക്കെ വേണ്ടി ആ ഒരു ഓഡിയോസ് ഒക്കെ റെക്കോർഡ് ചെയ്തത്. നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ ജൂലിയൻ ഹാർക്കറിനെ ഒരു പോലീസുകാരൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി ഷൂട്ട് ചെയ്ത് കൊല്ലുമായിരുന്നു. ഇതാണ് സംഭവം. നമ്മുടെ വൈറ്റ്മാന്റെ കൈ കൊണ്ടാണ് സർ ജൂലിയൻ ഹാർക്കർ കൊല്ലപ്പെടുന്നത്. ഈ കൊലപാതകം ചെയ്തിട്ട് വൈറ്റ്മാൻ അങ്ങോട്ട് ഓടി രക്ഷപ്പെടുന്നൊന്നുമില്ല. പോലീസ് വരാൻ വേണ്ടി കാത്തിരുന്നു. അധികം താമസിയാതെ പോലീസ് വന്ന് വൈറ്റ്മാനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. അങ്ങനെ 2053 ടൈം മെഷീനുള്ള അവിടെ നമ്മുടെ മേപ്പിൾവുഡ്, ഗബ്രിയൽ ഡെഫോ, ഡിറ്റക്റ്റീവ് ഹസൻ, പിന്നെ മാനിക്സിന്റെ ഒരു സോൾജിയറും ഇവർ 4 ആളുമാണ് ആ റൂമിലുള്ളത്. ഒരു അവസരം കിട്ടിയപ്പോൾ ഗബ്രിയൽ ഡെഫോ ആ സോൾജിയറിന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് തട്ടിപ്പറിച്ച് അങ്ങനെ ഷൂട്ട് ചെയ്തു. ഉടൻ മേപ്പിൾവുഡ് അവളുടെ കയ്യിലുള്ള ഗണ്ണെടുത്ത് ഗബ്രിയൽ ഡെഫോയ്ക്ക് നേരെ ചൂണ്ടി. ഡെഫോയ്ക്ക് മേപ്പിൾവുഡിനെ ഷൂട്ട് ചെയ്യാൻ മനസ്സ് വരുന്നില്ല. പുള്ളി അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഗണ്ണ് മാറ്റി. മേപ്പിൾവുഡ്, ഞാൻ പറഞ്ഞ കേൾക്ക്, എന്നെ ടൈം ട്രാവൽ ചെയ്യാൻ അനുവദിക്കുക. അയാൾ പറഞ്ഞൊക്കെ നീയും കേട്ടതല്ലേ, അയാൾ ഈ ലോകം ഈ അവസ്ഥയിലാക്കി. ഞാൻ ടൈം ട്രാവൽ ചെയ്ത് പാസ്റ്റിലേക്ക് പോവാം, അങ്ങനെ എല്ലാം തടഞ്ഞു നിർത്താൻ പറ്റും, എനിക്കിത് ചെയ്തേ പറ്റൂ എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ ഓടി ടൈം മെഷീൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ മേപ്പിൾവുഡ് എന്ത് ചെയ്താൽ സമ്മതിക്കുന്നില്ല. ഒരടി പുറകോട്ട് നീങ്ങാൻ ഷൂട്ട് ചെയ്യുമെന്ന് അവൾ ഉറപ്പിച്ച് പറഞ്ഞു. എന്നിട്ടും ഇതൊക്കെ മാറ്റിയേ പറ്റൂ, ലോകം ഇങ്ങനെയാകാൻ പാടില്ലെന്നുള്ള ആഗ്രഹം കാരണം ഗബ്രിയൽ ഡെഫോ പിന്നെയും പുറകോട്ട് നീങ്ങി. മേപ്പിൾവുഡ് അവന് നേരെ ഷൂട്ട് ചെയ്തു. കറക്റ്റ് ആ ബുള്ളറ്റ് അവന്റെ കണ്ണിലാണ് ഇറങ്ങുന്നത്. എന്നാൽ ബുള്ളറ്റ് അവന്റെ ശരീരത്തിൽ ഇറങ്ങുമ്പോഴേക്കും അവന്റെ ശരീരം ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ആ മെഷീനിൽ വലിയൊരു ഗ്ലിച്ച് ഉണ്ടാവാൻ കാരണമായി. ഇത് കാരണമാണ് 1890 മാത്രം ടൈം ട്രാവൽ
ട്രാവൽ ചെയ്തു പോകേണ്ട ഗബ്രിയൽ ഡെഫോ 4 കാലഘട്ടങ്ങളിലേക്ക് ടൈം ട്രാവൽ ചെയ്തു പോയത്. അവൻ മാത്രമേ ടൈം ട്രാവൽ ചെയ്യപ്പെടുന്നുള്ളൂ. അവൻ്റെ കണ്ണിനുള്ളിലേക്ക് ആ ബുള്ളറ്റ് ഇറങ്ങിയിരുന്നെങ്കിലും ബുള്ളറ്റ് 2053 തന്നെ അവശേഷിച്ചു. ഇവിടെ 2023 പ്രശ്നങ്ങളെല്ലാം ഒതുക്കി തീർത്തു എന്നുള്ള ധാരണയിൽ നമ്മുടെ ഡിറ്റക്റ്റീവ് ഹസൻ അവളുടെ അച്ഛനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അവളുടെ മകനെയും കൂട്ടിക്കൊണ്ട് ലണ്ടനിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെ അവർ ലണ്ടനിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. ഈ പരിസരത്തായിട്ടൊക്കെ തന്നെയുണ്ട്. പിന്നെ ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്നാണല്ലോ നമ്മുടെ ഹീറോയിൻ കരുതുന്നത്. ശേഷം ഹസൻ ഈ പയ്യൻ മാനിക്സിനെ ജയിലിലേക്ക് മാറ്റുവാണ്. ഓൺ ദ വേയിൽ മാനിക്സിന്റെ യഥാർത്ഥ അമ്മയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഹസൻ ഇവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരിക്കലെങ്കിലും തന്റെ യഥാർത്ഥ അമ്മയെ ഒന്ന് നേരിട്ട് കാണണമെന്ന് ഇവനും ആഗ്രഹമുണ്ട്. സോ ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഇവന്റെ അമ്മയെ ഒന്ന് കാണിക്കാം, അമ്മയെ ഒന്ന് മീറ്റ് ചെയ്യിക്കാമെന്ന് കരുതി പുള്ളിക്കാർ താമസിക്കുന്നിടത്തേക്ക് മാനിക്സിനെ കൊണ്ടുചെല്ലുവാണ്. അങ്ങനെ മാനിക്സിനെ കാറിൽ തന്നെ എത്തിയിട്ട് സാറയുടെ വീട്ടിൽ ചെന്ന് ഡോർ നോക്ക് ചെയ്ത് സാറാ നിങ്ങളുടെ മകനെ നിങ്ങളെ കാണണമെന്ന് പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ സാറയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ കൂട്ടാക്കുന്നില്ല. ജനിച്ചധികം ആവുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മാക്സിനെ ഉപേക്ഷിക്കേണ്ടി വന്ന സാറൊക്കെ ഇപ്പോൾ അവനെ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവനെ മീറ്റ് ചെയ്യാൻ ഭയങ്കര മടി. ഡിറ്റക്റ്റീവ് ഹസൻ പോകുന്നേ പറഞ്ഞു നോക്കുന്നുണ്ട്. പ്ലീസ് ഇത് നിങ്ങളുടെ മകനാണ്, ഒന്ന് ഇറങ്ങി വരും, അവനെ ഒന്ന് കാണുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സാർ സമ്മതിക്കുന്നില്ല. ഇത് മാനിക്സിന് പിന്നെയും വാശി കൂടുന്നതിന് കാരണമായി. ഇത്രയും നാൾ തനിക്ക് ഇങ്ങനെ പേരൻസ് ഉണ്ടെന്ന് അറിയാതെ ജീവിച്ചു. തനിക്കിങ്ങനെ അച്ഛനും അമ്മയെ കൊണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചെങ്കിലും അധികം വൈകാതെ അവൻ്റെ അച്ഛൻ കൊല്ലപ്പെട്ടു. ഇപ്പോൾ അമ്മയെങ്കിലും ഒന്ന് മീറ്റ് ചെയ്യാമെന്ന് കരുതി വന്നപ്പോൾ അമ്മയാണെങ്കിൽ ഇവനെ മീറ്റ് ചെയ്യാനോട്ട് തയ്യാറാവുന്നില്ല. പെട്ടെന്ന് 1941 മാനിക്സ് റെക്കോർഡ് ചെയ്ത ആ ഓഡിയോയിലെ കാര്യങ്ങളൊക്കെ സ്ട്രൈക്ക് ആവുന്ന ഈ പയ്യൻ മാനിക്സ് കാറിൽ നിന്ന് ഇറങ്ങി ഓടുവാണ്. ഇവന് വല്ലാണ്ടങ്ങ് വാശിയായി. നേരത്തെ തന്നെ ഇവന്റെ അച്ഛൻ ബാർബർ ഇവന്റെ അടുത്ത് ഒരു ചെറിയ തുണ്ടു പേപ്പർ കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ. ആ പേപ്പർ തുറന്നു നോക്കിയപ്പോൾ അതിനകത്തൊരു ഫോൺ നമ്പർ ആയിരുന്നു. ഏതെങ്കിലും ഫോണിൽ നിന്ന് ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ബോംബ് ആക്ടിവേറ്റ് ആവും. ഡിറ്റോനേറ്റർ യൂസ് ചെയ്ത് എക്സ്പ്ലോഷൻ ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിലും ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഈ നഗരത്തെ മുഴുവൻ നശിപ്പിക്കാൻ അത് തന്നെ ധാരാളം. പയ്യൻ മാനിക്സ് അവിടെ കളിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയുടെ ഫോണും പിടിച്ചു വാങ്ങി ഓടി. ആ ഒരു പെർട്ടിക്കുലർ നമ്പർ അതിൽ ഡയൽ ചെയ്ത് വെച്ച് നമ്മുടെ ഹസൻ അടുത്തേക്ക് ചെല്ലുമ്പോൾ എൻ്റെ അടുത്ത് വരരുത്, ഞാൻ എല്ലാം നശിപ്പിക്കാൻ പോവാണ് എന്ന് പറഞ്ഞ് നോ യു ആർ ലവ്ഡ് എന്ന് പലതവണ ഉറക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നു. ഇതേ സമയം തന്നെ 2053 ഗബ്രിയൽ ഡെഫോയെ താനാണ് ഷൂട്ട് ചെയ്തതെന്നുള്ള സത്യം മനസ്സിലാക്കി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് നമ്മുടെ ഹീറോയിൻ മേപ്പിൾവുഡ്. 1941 ആ ടൈമിലല്ലേ ഹീറോ ആയിട്ടുള്ള വൈറ്റ്മാനെ കൊലപാതക കുറ്റത്തിന് തൂക്കിക്കൊല്ലുന്നതും 1890 ഹില്ലി ഹെഡിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് മാറ്റുന്നതും കാണാം. ഇവിടെ 2023 പയ്യൻ മാനിക്സ് ആ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. വലിയൊരു എക്സ്പ്ലോഷൻ ഉണ്ടാവുന്നു. തൊട്ടടുത്ത സീനിൽ 1890 നമ്മുടെ മാനിക്സിനെയാണ് കാണിച്ചു തരുന്നത്. 2053 നിന്ന് ഇങ്ങനെ ടൈം ട്രാവൽ ചെയ്തു പോയില്ലേ, ഇയാൾ ഇപ്പോൾ 1890 എത്തിയിട്ടുണ്ട്. മാനിക്സിന്റെ കാലിൽ വെടിയേറ്റിരുന്നല്ലോ. അതുകൊണ്ട് ആ പ്രദേശത്തുള്ള കുറച്ച് ആളുകൾ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടൈം ട്രാവൽ ചെയ്യപ്പെട്ടതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ ആ പ്രത്യേക മാർക്കും കാണാം. പുള്ളിയുടെ കാലിൽ 2053 വെച്ച് ബുള്ളറ്റ് ഇറങ്ങിയത് കൊണ്ടാണ് 1890 ജീവിക്കുന്ന മാനിക്സിന് അല്ലെങ്കിൽ സർ ജൂലിയൻ ഹാർക്കറിന് വടി ഊന്നി നടക്കേണ്ട ഗതി ഉണ്ടായത്. എന്തായാലും ഇപ്രാവശ്യവും താൻ ഉദ്ദേശിച്ച പോലെ ടൈം ട്രാവൽ ചെയ്ത് ഇവിടെ എത്താൻ സാധിച്ച സന്തോഷത്തിൽ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നുണ്ട്.